രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കി. കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് കോൺഗ്രസ് നടപടി. ലൈംഗിക പീഡന കേസിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യമില്ല. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കഴിഞ്ഞ 2 ദിവസമായി നടന്ന വാദപ്രതിവാദത്തിനൊടുവിലാണ് വിധി. അറസ്റ്റിന് വിലക്കില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 24-ന് രാഹുലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് വിധി. എംഎൽഎ സ്ഥാനത്ത് രാഹുൽ തുടരുമോ എന്ന് വ്യക്തമല്ല. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ വിധി പുറത്തുവന്ന നിമിഷങ്ങൾക്കകമാണ് പാർട്ടി പുറത്താക്കിയത്. ജാമ്യാപേക്ഷ തള്ളുമെന്ന സൂചനകൾക്കിടെ തന്നെ കെപിസിസി നേതൃത്വം നടപടിക്ക് തീരുമാനിച്ചിരുന്നു. വിധി പുറത്തുവന്ന ഉടൻ തന്നെയാണ് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് നടപടി പ്രഖ്യാപിച്ചത്. പാലക്കാട്ടെ എംഎൽഎ എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനവുമായും രാഹുലുമായി സഹകരിക്കില്ല. രാഹുൽ ഇത് മനസ്സിലാക്കി സ്വയം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് പാർട്ടി കരുതുന്നു. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, ദേഹോപദ്രവം, വഞ്ചന, IT നിയമലംഘനം തുടങ്ങിയ കുറ്റങ്ങളാണ് പാലക്കാട് എംഎൽഎക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. എന്നാൽ യുവതിയുമായി സൗഹൃദം മാത്രമാണുണ്ടായിരുന്നതെന്നും പരാതി വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് രാഹുൽ ജാമ്യാപേക്ഷയിൽ വാദിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെതിരെ ശക്തമായ തെളിവുകൾ കോടതിയിൽ നൽകി. ജാമ്യത്തെ പ്രോസിക്യൂഷനും ശക്തമായി എതിർത്തു. രാഹുലിനു വേണ്ടി പ്രതിഭാഗം അഭിഭാഷകനും ശക്തമായി രംഗത്തെത്തിയതോടെ വാദം നീണ്ടുപോവുകയും കൂടുതൽ പരിശോധിക്കാനായി വിധി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയുമായിരുന്നു. മൊത്തം 4 മണിക്കൂറോളം ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് ജഡ്ജി വഹീദ വിധി പ്രസ്താവിച്ചത്. നവംബർ 27-നാണ് യുവതി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയതും തുടർന്ന് കേസെടുത്തതും. പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.